മലപ്പുറം ജില്ലയുടെ വിഷയ കോമ്പിനേഷനാണ് ഒരു പരിശോധന നടത്തിയത്. വിഷയ കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ മലപ്പുറം ജില്ലയിലെ 7 താലൂക്കിലും സയൻസ് സീറ്റുകൾ അധികമാണ്. എന്നാൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ സീറ്റുകളുടെ ലഭ്യത കുറവാണ് കാണുന്നത്. നിലമ്പൂർ, ഏറനാട്, പെരിന്തൽമണ്ണ, തിരൂർ, പൊന്നാനി, തിരുരങ്ങാടി, കൊണ്ടോട്ടി ഇവിടെ സയൻസ് സീറ്റ് ഇപ്പോൾ ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന അവസരത്തിൽ 4431 സീറ്റ് കൂടുതലാണ്. ഹ്യൂമാനിറ്റീസ് 3816 സീറ്റ് കുറവാണ്. കൊമേഴ്സ് 3405 സീറ്റ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ 7221 സീറ്റാണ് കുറവ് നികത്തുന്നതിന് വേണ്ടി ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്പർ അധിക ബാച്ച് തന്നെ അനുവദിക്കണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉന്നയിച്ചത്. ശതമാനം വർദ്ധിച്ചാൽ ഇനിയും കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടി കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. 65-ന് മുകളിലും 70-നൊക്കെ താഴെയുണ്ട്. അത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു പ്രവണതയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. +1 ആരംഭിച്ച കാലം മുതൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട്. അലോട്ട്മെൻറ്റ് ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് നടത്താൻ പറ്റുമോ എന്ന് സംബന്ധിച്ചും പരിശോധിക്കണമെന്നുള്ള ഒരു നിലയിൽ അവരുടെ അഭിപ്രായം വന്ന് അത് നമ്മളതിൻ്റെ വിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു മറുപടി പറയുന്നതിന് വേണ്ടി കഴിയില്ല, പരിശോധിക്കാം, അതിനകത്ത് സംശയം പരിശോധിക്കാമെന്ന് പറഞ്ഞു. നിലവിലെ മലപ്പുറത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ജൂലൈ 2-ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 2, 3, 4 തീയതികളിലായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതിവിവര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.